ഹലോ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇസ് മീ അൻവർ ഷാ. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക്, പുതിയൊരു ടോപ്പിക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ പ്രിയമുള്ളവരെ, നമ്മളൊക്കെ കാണുന്ന ലോകം എത്ര കാപട്യം നിറഞ്ഞതാണ് എന്ന് കാണിക്കുന്നത്. ഏത് മനുഷ്യരാണ് സത്യം, ഏതാണ് ഫേക്ക് എന്ന് അറിയാൻ വയ്യാത്ത അവസ്ഥ. നമ്മളൊക്കെ വളരെ ബഹുമാനത്തോട് കണ്ടുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ് സോഷ്യൽ മീഡിയയിൽ ഈ ഫിലിപ്പ് മമ്പാട് എന്ന് പറയുന്ന വ്യക്തി. ഇപ്പം കണ്ടില്ലേ, ടാറ്റൊക്കെ കാണിച്ചിട്ട് പോലീസുകാരോടെ കയറി പോകുന്നത് പുള്ളി. അപ്പോൾ എന്തായിരുന്നാലും അദ്ദേഹത്തിൻ്റെ കള്ളി വെളിച്ചത്തായിരിക്കുന്നു, മറ നീക്കി എല്ലാ കുലിസിതങ്ങളും പുറത്തു വന്നിരിക്കുന്നു. ഇന്ന് നമ്മൾ റിയാക്ട് ചെയ്യാൻ പോകുന്ന വീഡിയോ അതാണ്. അപ്പോൾ എല്ലാവരും നമ്മളെ ഒന്ന് മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അതിനുവേണ്ടി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്കിൽ കാണുന്നവരാണെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യുക. കൂടെ ലൈക്കും ഷെയറും കമൻറ്റും ഹൈപ്പൊക്കെ നൽകി മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പ്രിയമുള്ളവരെ, ഈ പുള്ളിയുടെ കുറച്ച് വോയിസ്, അതായത് വാട്സപ്പ് വോയിസുകൾ ഫേസ്ബുക്കിൽ കൂടെ ഒരു പുള്ളി പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ ഞാൻ കണ്ടു. അപ്പോൾ അത് ഞാൻ ഇവിടെ ഒന്ന് വെക്കാം, നിങ്ങളൊന്ന് കേട്ട് നോക്കാം. നിന്റെ വാട്സപ്പ് നോക്കൂ, നല്ല ഇഷ്ടമാണ്. അതെ, ഒത്തിരി എന്താ പിന്നെ പണിയാതിരി. നിനക്കാണ് ഫോൺ വിളിക്കാൻ പറ്റുമോ? വിളിക്കാൻ പറ്റുമെങ്കിൽ പറയടി. വിളിക്കാൻ പറ്റുമെങ്കിൽ പറയടി, ഇല്ലെങ്കിൽ ഞാൻ ആഴ്ച കള്ളി പെണ്ണേ ഇനിയുണ്ട് കേട്ടോ. ഞാൻ വരുന്നുണ്ട് പിന്നെ എന്തായാലും വരും. എന്റെ കുട്ടിയുടെ അടുത്ത്, കുഞ്ഞിന്റെ അടുത്ത്. എന്റെ കുഞ്ഞിനെ കാണാതെ വരുന്നേ. ഓക്കെ, എന്റെ കുഞ്ഞിനെ കാണാൻ വേണ്ടി ഈ തിരുപ്പൂട്ടി ചേട്ടൻ പറന്ന് വരും. അതുകൊണ്ട് കുഞ്ഞ് വെയിറ്റ് ചെയ്തിരിക്കണം കേട്ടോ. കുഞ്ഞങ്ങ് പോരുത് കേട്ടോ. ആരെങ്കിലും ഉണ്ടെങ്കിൽ കുഞ്ഞിനെ വീട്ടിൽ ആരുണ്ട് പറഞ്ഞു വിട്ടേരും. കാരണം ഫിലിപ്പൂട്ടി ചേട്ടൻ വരുമ്പോൾ അവിടെ ആരും പാടില്ല. ഫിലിപ്പൂട്ടി ചേട്ടന്റെ മാമ്പഴം മാത്രം. മാമ്പാടൻ ഈ ഫിലിപ്പൂട്ടി മാമ്പാടല്ല, ഫിലിപ്പൂട്ടി പപ്പാ. കുഞ്ഞെ അയ്യോ, ഒറ്റപ്പാടും തമ്മിൽ മാറ്റം. എന്റെ ജീവനാണ്. കാലത്തിന്റെ നോക്കുന്നുണ്ട്. ഒരുപാട് ഇഷ്ടമാണ്. താങ്ക് യു. ഈ വയ്യെന്നൊക്കെ പറയുന്നത് കുഞ്ഞെ പ്രാർത്ഥന. അവന്റെ ശ്വാസം അടക്കിയിട്ടുള്ള വർത്താനം കണ്ടപ്പോഴേ എനിക്കറിയാം ഈ ഭൂലോക ഫ്രോഡായിരിക്കും അവന്റെ. അയ്യോ അയ്യോ, ഞാൻ കഴിച്ചു. നീ കഴിച്ചോ? അച്ചായ വന്നോ? അപ്പോൾ എൻ്റെ പ്രിയമുള്ളവരെ, ഫിലിപ്പ് സാറിൻ്റെ വോക്കൽ ഞങ്ങൾ കേട്ടല്ലോ. ഇപ്പോൾ ഈ ലോകത്താരെ നമ്മൾ വിശ്വസിക്കുന്നത്? ഈ മോട്ടിവേഷൻ തരുന്ന പുള്ളി, ആ പുള്ളി സത്യത്തിൽ എനിക്ക് ഇപ്പോഴും ഒരു ഷോക്കുണ്ട് കേട്ടോ. ഷോക്കല്ല, നമുക്കങ്ങോട്ട് പ്രതീക്ഷിക്കാത്ത ഒരു ഭാഗത്തു നിന്നും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ ഒരു വിഷമം ഉണ്ടല്ലോ. വിഷമം ആണോന്ന് അറിഞ്ഞൂടാ, ഒരു മാനസിക ഒരു അവസ്ഥ ഉണ്ടല്ലോ. എനിക്ക് സത്യം പറഞ്ഞുകൊണ്ട് കാര്യം എന്ന് പറഞ്ഞാൽ, പുള്ളിയുടെ സ്പീച്ചൊക്കെ ഞാനിങ്ങനെ ഫേസ്ബുക്കിലും ഇതിലൊക്കെ കാണുമ്പോൾ ഇങ്ങനെ ജസ്റ്റ് കാണുന്ന ഒരാളായിരുന്നു. അപ്പം ഈ വാർത്ത വന്നപ്പോഴും എനിക്ക് അതിനകത്ത് ഉറപ്പില്ലായിരുന്നു പുള്ളി ആയിരിക്കും എന്നുള്ളത്. പക്ഷേ ഇന്നലെയാണ് പുള്ളിയുടെ എന്ത് വന്നത്, ഈ കുറ്റസമ്മതം, പുള്ളി കുറ്റം സമ്മതിച്ചു എന്ന് പറഞ്ഞുള്ള വാർത്ത വരുന്നത്. അപ്പം എനിക്ക് എന്തായാലും വല്ലാത്തൊരു ഫീലിംഗ് ആയിരുന്നു. അപ്പോൾ അന്നേരം തന്നെ ഞാൻ തീരുമാനിച്ചു, എന്തായാലും ഒരു വീഡിയോ നമുക്ക് ചെയ്യണം പുള്ളിയെക്കുറിച്ച്. ഇനിയും ഇതുപോലുള്ള കള്ളനാണയങ്ങൾ നമ്മൾ തിരിച്ചറിയണം. അത് സമൂഹത്തിന് മുമ്പിൽ ഈ കാലഘട്ടം ഞാൻ പറഞ്ഞില്ലേ, 2026 എന്ന് പറയുന്നത് ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിലും പറഞ്ഞപ്പോൾ ഉണ്ടായിരുന്നു. ഈ കുലിസിതം ചെയ്യുന്നവർക്ക് അത്ര നല്ല കാലമല്ല എന്നുള്ളതാണ്. സമൂഹത്തിൽ മുൻനിരയിൽ നിൽക്കുന്ന അറിയപ്പെടുന്നതായ വ്യക്തികളെ എല്ലാവരുടെയും കുലിസിതങ്ങളും അവിഹിതങ്ങളും എല്ലാം അപ്പാടെ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. അപ്പോൾ ഈ സോഷ്യൽ മീഡിയയിൽ ഈ വൾഗറായിട്ടൊക്കെ കാണിക്കുന്നവരായിരിക്കും യഥാർത്ഥത്തിൽ മാന്യന്മാർ. ഈ മാന്യത ചമഞ്ഞ് നടക്കുന്നവരായിരിക്കും ഏറ്റവും വലിയ ഫ്രോഡും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത്തരം ദിവസത്തെ കുറച്ച് വീഡിയോസും ഇപ്പോഴത്തെ ഈ കേസ് കെട്ടുകളൊക്കെ കാണുമ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും നിങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം എന്ന ഒരു അപേക്ഷ കൂടി എനിക്കുണ്ട്. നമുക്ക് ഈ ഫിലിപ്പ് സാറിൻ്റെ ഒരു ഉപദേശങ്ങളൂടെ, നേരത്തെ തന്ന ഒരു ഉപദേശവും കൂടെ കണ്ടിട്ട് നമുക്ക് വീഡിയോ അവസാനിപ്പിക്കാം. ഞാൻ ഒരു മാസം എൻ്റെ ഇൻകം 2,16,000 രൂപ എൻ്റെ കഴിഞ്ഞ മാസത്തെ മോണിറ്റേഷൻസ്. അതിന് മുമ്പത്തെ മാസത്തെ എൻ്റെ മോണിറ്റേഷൻ എന്ന് പറയുന്നത് 2,62,000 രൂപ സോഷ്യൽ മീഡിയ മോണിറ്റേഷൻസ്. ഞാൻ ഏകദേശം ഒരു 70 ലക്ഷം രൂപ ഏകദേശം 3 years കൊണ്ട് ഈ ഇലക്ട്രോണിക് ഡിവൈസ് കൊണ്ട് ഞാൻ സമ്പാദിക്കുന്നുണ്ട്. എൻ്റെ പ്രഭാഷണങ്ങൾ, എൻ്റെ ആശയങ്ങൾ, എൻ്റെ റീൽസുകൾ, എൻ്റെ ഫോട്ടോസുകളൊക്കെ ഞാൻ നന്നായിട്ട് ബിസിനസ് ചെയ്യുന്നുണ്ട്. ഞാൻ നല്ലൊരു സബ് ഇൻസ്പെക്ടർ റാങ്കിൽ ഉദ്യോഗസ്ഥനാണെങ്കിൽ ഇപ്പം നിലവിൽ ഞാൻ പോലീസുകാരനല്ല. കാരണം സർവീസ് രാജിവെച്ചുകൊണ്ട് VRS എടുത്തുകൊണ്ട് ഞാനിപ്പോൾ മോട്ടിവേഷൻ മേഖലയിലാണ്. അപ്പോൾ എൻ്റെ ഒപ്പമുള്ള സുഹൃത്തുക്കൾ കേരളത്തിലെല്ലാം ഉണ്ട്. 100 SIമാരുണ്ട് പല സ്റ്റേഷൻ. അവരൊക്കെ പറയും, നിനക്ക് നല്ല സുഖമാണ്, PM ഇല്ല, ഇൻക്വസ്റ്റ് ഇല്ല, ഡ്യൂട്ടി ഇല്ല, നിനക്ക് ട്രാഫിക് ഇല്ല, ഫയലില്ല, കേസ് എൻക്വയറി ഇല്ല, മറ്റു സ്റ്റേറ്റിൽ പോകണ്ട, നിനക്ക് ആരാൽ നിയന്ത്രണമില്ല, നീ അടിച്ച് പൊളിക്കുകയല്ല മോനെ, കത്തിക്കയറുന്നൊക്കെ പറയും. ഒപ്പമുള്ളവരൊക്കെ വിളിച്ചിട്ട് പറയും, എടാ ഞാൻ എഴുതി കൊടുത്ത് പോകാൻ നിൽക്കുക, മടുത്തണമെന്നൊക്കെ പറയും ഇങ്ങനെ. പക്ഷേ ഞാൻ പോലീസ് ജോലി മടുത്തുകൊണ്ടല്ല വന്നത് കേട്ടോ. ഞാൻ പെരുന്തമണ പോലീസ് സ്റ്റേഷനിൽ റീസെൻ്റ്ലി ഒരു 6 months വരെ പെരുന്തമണ പോലീസ് സ്റ്റേഷനിലാണ് ഞാൻ സബ് ഇൻസ്പെക്ടറായിട്ട് വർക്ക് ചെയ്തത്. പക്ഷേ ഇപ്പം ഞാൻ വളരെ സങ്കടത്തോടു കൂടിയാണ് സർക്കാരിലേക്ക് ഞാൻ VRS എഴുതി കൊടുത്തത്. കാരണം പേഴ്സണൽ ചില കാരണങ്ങൾ മൂലം പോലീസിൽ തുടരാൻ
സാഹചര്യം അനുവദിക്കാത്തതുകൊണ്ട് എനിക്ക് VRS നടപടികൾ എനിക്ക് പൂർത്തിയാക്കി എന്നെ സർവീസിൽ നിന്ന് പോകാൻ അനുവദിക്കണമെന്ന് പറഞ്ഞ് റിക്വസ്റ്റ് കൊടുത്തു. കുറച്ച് പെൻഡിങ് വെച്ചു. നല്ല ബെസ്റ്റർ ഓപ്ഷനൊക്കെ ഗവൺമെൻറ് തന്നു. പക്ഷെ അതൊന്നും സ്വീകരിച്ചില്ല. കാര്യം എൻ്റെ മൈൻഡ് മുഴുവനും സമൂഹത്തിനകത്ത് ജോഗ്രഫിക് ലൊക്കേഷനൊക്കെ മറികടന്ന് എന്നെ കാത്തിരിക്കുന്ന ഒരുപാട് ആളുകൾക്കിടയിൽ പോകണം, ഒരുപാട് കുട്ടികളെ ചേർത്ത് പിടിക്കണം, ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം എന്നൊക്കെ വല്ലാത്തൊരു ബിലീവ് മൈൻഡ് ഞാൻ ക്രിയേറ്റ് ചെയ്തു. കാരണം പെരിന്തൽമണ്ണ പോലീസ് സ്റ്റേഷൻ ജോലി തന്ന സമയത്ത് എനിക്ക് 85,000 രൂപ മാസം ശമ്പളം കിട്ടും. പെരിന്തൽമണ്ണ പോലീസ് സ്റ്റേഷൻ ചുറ്റുവട്ടത്തുള്ള NCC SPCകൾ മാത്രം ഞാൻ പോയിട്ട് ക്ലാസ് എടുക്കാം, ഡ്യൂട്ടി എൻ്റെ തിരക്കും കഴിഞ്ഞ് എനിക്ക് വീട്ടിൽ പോകാം. പെരിന്തൽമണ്ണ പോലീസ് സ്റ്റേഷനിൽ ഫിലിപ്പമ്പട് എന്ന് പറയുന്ന ഒരു സബ് ഇൻസ്പെക്ടർ ഇല്ലെങ്കിലും ആ പെരിന്തൽമണ്ണ പോലീസ് സ്റ്റേഷൻ സുന്ദരമായി നടത്തിക്കൊണ്ടുപോകാൻ പറ്റുന്ന സബ് ഇൻസ്പെക്ടർമാർ കേരളത്തിലുണ്ട്. പക്ഷേ മോട്ടിവേഷൻ മേഖലയിൽ ഫിലിപ്പമ്പട് എന്ന് പറയുന്ന ഈ വ്യക്തി പെരിന്തൽമണ്ണയിൽ മാത്രം അങ്ങനെ ഇരിക്കാൻ ഞാൻ ആഗ്രഹിക്കാത്തത് കൊണ്ടാണ് പ്രിയപ്പെട്ടവരെ ഞാൻ VRS എടുത്തത്. ഒരുപാട് പേര് എന്നോട് പറയും, സാർ ആ പോലീസ് നിങ്ങൾ ആ യൂണിഫോം അഴിക്കരുതായിരുന്നു, നിങ്ങൾ ആ സ്റ്റാർ അഴിച്ചത് വലിയ സങ്കടമുണ്ട്. അപ്പം കേട്ടല്ലോ, VRS എടുത്ത് വന്നയാ. മാസം 2.5 ലക്ഷം രൂപ, 3 കൊല്ലം കൊണ്ട് 70 ലക്ഷം രൂപ, ഇത്രയൊക്കെ കാശ് സമ്പാദിക്കാൻ പറ്റിയല്ലോ. അപ്പോൾ ഇനിയിപ്പോൾ കുഴപ്പമില്ല, അത്യാവശ്യം ലൈഫ് സെറ്റിലായി കാണും എന്ന് കരുതാം. ഇതിപ്പം സോഷ്യൽ മീഡിയ വഴി കിട്ടിയതാണ്. അത് അല്ലാതെ ബാക്കിയുള്ള ചടങ്ങിലൂടെ ഒക്കെ പോയി കിട്ടിയത് എത്ര ആയിരിക്കും. അത് മാത്രമല്ല, അതിനകത്ത് പറഞ്ഞു കേട്ടോ, എനിക്ക് എൻ്റെ പിള്ളേരെ ചേർത്ത് പിടിക്കണം എന്ന്. ഫിലിപ്പമ്പാടിന് ഇങ്ങനെ അങ്ങ് SI ആയിട്ട് നിന്ന് ജീവിതം തീർത്താൽ പോരാ, ഇങ്ങനെ പടർന്ന് പന്തലിച്ച് കേരളം മുഴുവൻ അറിഞ്ഞ് എല്ലാവരെയും മോട്ടിവേഷൻ കൊടുത്ത് മുന്നിലേക്ക് കൊണ്ടുവന്ന് പിള്ളേരെല്ലാം കെട്ടിപ്പിടിക്കണം, അല്ല ചേർത്ത് പിടിക്കണം എന്ന്. അപ്പോൾ അങ്ങനെ ചേർത്ത് പിടിച്ച പിടിയാണ് ഇപ്പം മുറുകി പോയേക്കുന്നത്. അപ്പോൾ എന്തായിരുന്നാലും എല്ലാ പൊയ്മുഖങ്ങളും പോകട്ടെ, നല്ല നല്ല വ്യക്തികൾ മുമ്പോട്ട് വരട്ടെ. ഇതിപ്പോൾ ഇതിനകത്ത് ഒരു പ്രശ്നമെന്ന് പറഞ്ഞാൽ നല്ലതേത് ചീത്ത ഏതെന്ന് തിരിച്ചറിയാൻ വയ്യാത്തൊരവസ്ഥയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ളവർ ഇങ്ങനെ പെടുമ്പോഴത്തേക്ക് നമുക്ക് അതിൻ്റെ പുറകെ വരുന്നവരും മുമ്പിൽ വരുന്നവരെയൊക്കെ നമുക്കങ്ങ് സംശയമായിരിക്കും. ഇനി എന്തായിരുന്നാലും ഇത് കേട്ടപ്പം എനിക്ക് ഒരു വല്ലാത്തൊരു ഫീലിംഗ് ഉണ്ട്. എന്നാലും പോട്ടെ, ഇനിയിപ്പോൾ പുള്ളി കുറ്റം സമ്മതിച്ച സ്ഥിതിക്ക് നമുക്ക് അതിനകത്തൊന്നും പറയാനില്ല. ലഹരി മാഫിയ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല. സെലിബ്രിറ്റികളായിട്ടുള്ളവർ എല്ലാവരും ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണ്. നിങ്ങൾക്ക് അവിഹിതങ്ങളോ കുലിശിതങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ഈ വർഷം അത് അത്ര നല്ലതല്ല നിങ്ങൾക്ക് എല്ലാവർക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഈ വീഡിയോ കണ്ടപ്പോൾ നിങ്ങളുമായിട്ടൊന്ന് പങ്കുവെക്കണമെന്ന് തോന്നി, അങ്ങനെ ചെയ്ത വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വേറൊരു വീഡിയോ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെയും എല്ലാവർക്കും ബൈ. താങ്ക്